Good morning. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് മെഡിക്കൽ റെക്കോർഡ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ആ ചാപ്റ്ററിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് എവിടെ വരെ എടുത്തു നിർത്തിയല്ലോ നമ്മള്? കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെ എടുത്തു നിർത്തി? റേഡിയോളജി റിപ്പോർട്ടുകൾ വരെ. അവിടെ വരെ കംപ്ലീറ്റ് ആണ് അല്ലെ? കൺസൾട്ടേഷൻ റിപ്പോർട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ. ഓക്കെ, ശരി. ഓക്കെ, ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ കൺസൾട്ടേഷൻ റിപ്പോർട്ട് തുടങ്ങിയാണ് നമ്മൾ എടുക്കുന്നത്. എന്താണ് ചോദിച്ചത്? തെർമോഗ്രാഫി ഒന്നുകൂടി പറഞ്ഞുതരാലോ. റേഡിയോളജി റിപ്പോർട്ടുകളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എക്സ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട്, റേഡിയോ ആക്റ്റീവ് സ്കാനിങ്, ഇപ്പൊ തൈറോയ്ഡ് സ്കാൻ ചെയ്തതാവാം, CT സ്കാനുകൾ ചെയ്തതാവാം, അതുപോലെ തന്നെ ഇപ്പൊ MRI അങ്ങനെയുള്ള സ്കാനുകൾ ചെയ്തത്. തെർമോഗ്രഫി എന്ന് പറഞ്ഞാല് ശരിക്കും തെർമൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉപയോഗിച്ച് തെർമൽ ക്യാമറയുടെ പ്രസൻസിൽ നമ്മൾ ഇമേജുകൾ എടുക്കുന്നത്. ഇതെല്ലാം ഇമേജിംഗ് ടെക്നോളജി തന്നെയാണ് കേട്ടോ. അപ്പൊ തെർമോഗ്രഫി എന്ന് പറയുമ്പോൾ അവിടെ തെർമൽ ക്യാമറാസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റിന്റെ ഇമേജ് എടുക്കുന്ന ടെക്നിക്കാണ് തെർമോഗ്രഫി. സെറോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളൊരു എക്സ്റേ എടുക്കുന്നത്. എക്സ്റേ ആകുമ്പോൾ ഫിലിമിലാണ് എടുക്കുക. അതിന് പകരം ശരിക്കും നമ്മളൊരു ഫോട്ടോസ്കോപ്പി എടുക്കുന്നത്, സെറോസ്കോപ്പി എടുക്കുന്ന പോലെ തന്നെ നമ്മളൊരു പേപ്പറിൽ പ്രിന്റ് എടുക്കുന്നതിനെയാണ് സെറോഗ്രഫി എന്ന് പറയുന്നത്. അൾട്രാസോണോഗ്രഫി ആവുമ്പോൾ അൾട്രാ സൗണ്ട് റേഡിയേഷൻസ് ഉപയോഗിച്ചുള്ള CT, MRI ഇതൊക്കെ അൾട്രാസോണോഗ്രഫിയിൽ വരുന്ന സ്കാനിങ്ങുകൾ എല്ലാം ഉൾപ്പെടും. ആ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ കൂടി ഇതിനോടകം ഉൾപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. അപ്പൊ കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക ശരിക്കും അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യന്റെ റിപ്പോർട്ട് ആയിരിക്കും എന്നായിരിക്കും അല്ലെ? നമുക്ക് ആ ഒരു ചിന്തയായിരിക്കും ആദ്യം വരിക അല്ലെ? കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ആൻ ഒപ്പീനിയൻ ഓഫ് എ പേഷ്യന്റ്സ് കണ്ടീഷൻ ബൈ എ സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ അതർ ദാൻ ദ അറ്റൻഡിങ് ഫിസിഷ്യൻ എന്നാണ് കേട്ടോ. അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ അല്ലാതെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യനിൽ നിന്നും പേഷ്യൻസിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം ഉൾപ്പെടുത്തുന്നതാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട്. ഒരു കൺസൾട്ടേഷൻ റിപ്പോർട്ടിൽ അവർ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫിസിഷ്യൻ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ അല്ലാതെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യൻ വരുന്നു. അവരുടെ പേഷ്യൻസിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ഇപ്പൊ അവരുടെ പ്രസന്റ്ലി ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് എന്ന കാര്യങ്ങൾ ആ ഒരു അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യൻ അല്ലാതെ ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യൻ വരെ ഉള്ളൂ. അതൊന്ന് നോട്ട് ചെയ്തോട്ടാ. സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ അതർ ദാൻ ദി അറ്റൻഡിങ് ഫിസിഷ്യൻ. അപ്പൊ അതൊന്ന് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യുന്നതാണ്. അറ്റൻഡിങ് ഫിസിഷ്യൻ അല്ലാതെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ എന്ത് ചെയ്യുന്നു? പേഷ്യന്റിന്റെ കണ്ടീഷൻ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യും? മോണിറ്റർ ചെയ്യും. അങ്ങനെ വിലയിരുത്തൽ നടത്തി അവരുടെ ഒരു അഭിപ്രായം പറയുന്നതിനെയാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നത്. മനസ്സിലായോ? ദിസ് ഒപ്പീനിയൻ ഈസ് ഡിപെൻഡ് ഓൺ. ഇനിയിപ്പോ ഇവര് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിഷ്യൻ വരുന്നു. അപ്പൊ ഒരു പേഷ്യന്റ് വന്നു, അഡ്മിറ്റ് ചെയ്തു. അവരെ അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫിസിഷ്യൻ ഉണ്ടാവും. അദ്ദേഹം കുറെ അധികം പരിശോധനകളും കാര്യങ്ങളും ആ ഒരു പേഷ്യന്റിന് നടത്തിയിട്ടുണ്ടാവും അല്ലെ? ഇല്ലേ? ഒരു അറ്റൻഡിങ് ഫിസിഷ്യൻ ഒരുപാട് പരിശോധനകളും കാര്യങ്ങളും ആ ഒരു പേഷ്യന്റിന് നടത്തിയിട്ടുണ്ടാവും. അപ്പൊ ഈ വരുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യൻ അങ്ങ് വെറുതെ വന്ന ഒരു പേഷ്യന്റിനെ നോക്കിയാൽ മാത്രം അവർക്ക് ആ ഒരു അഭിപ്രായം പറയാൻ പറ്റുമോ? ഒരു അഭിപ്രായം അവർ വെറുതെ വന്ന് നോക്കിയാൽ പറയാൻ പറ്റുമോ? ഇല്ല. അവർ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പൊ ഈ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ആ ഒരു ഒപ്പീനിയൻ പറയുന്നത്?
is dependent upon the review of the patient's medical record. പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകൾ ശരിയായ രീതിയിൽ അവലോകനം ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ an examination of attending physician, the patient and the conferencing with the attending physician. രണ്ടാമത് എന്താ പറയുന്നേ, ആ ഒരു എക്സാമിനേഷൻ ഓഫ് ദ അറ്റൻഡിങ് ഫിസിഷ്യൻ, ദ പേഷ്യന്റ്, അതായത് പേഷ്യൻസിന് ആ ഒരു അറ്റൻഡിങ് ഫിസിഷ്യൻ കുറെ അധികം പരിശോധനകൾ നടത്തിയിട്ടുണ്ടാവും അല്ലെ. ഇതിനോടകം തന്നെ ആ ഒരു അറ്റൻഡിങ് ഫിസിഷ്യൻ കുറേയധികം പരിശോധനകൾ ആ ഒരു പേഷ്യന്റിന് നടത്തിയിട്ടുണ്ടാവും. അതിനെ വിലയിരുത്തും. അതുപോലെ തന്നെ കോൺഫറൻസിങ് വിത്ത് ദ അറ്റൻഡിങ് ഫിസിഷ്യനുമായിട്ട് ഒരു ഡിസ്കഷൻസിലൂടെ അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫറൻസോ കാര്യങ്ങളോ വെച്ച് അവർ പരസ്പരം ഒന്ന് കമ്മ്യൂണിക്കേഷൻ നടത്തി അതിൽ നിന്നും ഒക്കെ കിട്ടുന്ന ഒരു സമ്മറിയാണ് ഇവരുടെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു അറ്റൻഡിങ് ഫിസിഷ്യൻ അല്ലാതെ ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് കൃത്യമായി അസസ്മെന്റ് നടത്തി ഒരു സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ വിലയിരുത്തുന്നതിനെയാണ് ശരിക്കും കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരുടെ അറ്റൻഡിങ് ഫിസിഷ്യൻ ഇവർക്ക് വേണ്ടി ഒരുപാട് എക്സാമിനേഷൻസ് ഇതിനോടകം പരിശോധനകൾ നടത്തിയിട്ടുണ്ടാവാം. അപ്പൊ ഈ ഒരു സ്പെഷ്യലൈസ്ഡ് ഫിസിഷ്യൻ വരുമ്പോ അവര് ഈ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ് എന്നൊരു അഭിപ്രായം പറയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ആ പേഷ്യൻസിന്റെ കൃത്യമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകൾ പരിശോധിക്കണം. അതോടൊപ്പം തന്നെ അവരെ അറ്റൻഡ് ചെയ്ത ഫിസിഷ്യൻ ഇതുവരെയും ആ പേഷ്യൻസിന് എന്തൊക്കെ പരിശോധനകളാണോ നടത്തിയിട്ടുള്ളത് അതിനെ കൃത്യമായിട്ട് വിലയിരുത്തണം. അതോടൊപ്പം തന്നെ അവർ അറ്റൻഡ് ചെയ്യുന്ന ഫിസിഷ്യനുമായിട്ട് ശരിയായ രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയും വേണം. അതിലൂടെ കിട്ടുന്ന ഒരു കണ്ടെത്തലിൽ നിന്നാണ് അവർ ആ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയുന്നത്. ക്ലിയർ ആണോ? കൺസൾട്ടേഷൻ റിപ്പോർട്ട് മനസ്സിലായോ? ഓക്കെ ആണോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തത്? ഓക്കെ. അടുത്തത് അനസ്തേഷ്യ റിപ്പോർട്ട്. അനസ്തേഷ്യ റിപ്പോർട്ടിൽ പറയുന്നത് it includes medication before operation, the amount of concentration of anesthesia given, time given and effect. അനസ്തേഷ്യ കൊടുത്തിട്ടുണ്ട്. പേഷ്യൻസിന് ആ ഒരു പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുക്കേണ്ട കണ്ടീഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഓപ്പറേഷന് മുൻപ് എന്തൊക്കെ അനസ്തേഷ്യയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മരുന്നുകളാണ് അവർ കൊടുത്തിട്ടുള്ളത്, അത് എത്ര എമൗണ്ട് ഓഫ് കോൺസെൻട്രേഷൻ, ആ ഒരു അനസ്തേഷ്യ എത്ര എമൗണ്ടിലാണ്, എത്ര അളവിലാണ്, അതിന്റെ കോൺസെൻട്രേഷൻ എത്ര അളവിലാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത്, ഏത് സമയത്ത്, ഇനി അതിന്റെ പ്രഭാവം എങ്ങനെയാണ്. ചില അനസ്തേഷ്യ കുറെ സമയം നീണ്ടു നിൽക്കുന്നതായിരിക്കും, കുറച്ച് സമയത്തേക്ക് മാത്രം നിൽക്കുന്നുണ്ടാവാം. അങ്ങനെ അതിന്റെ ആ ഒരു എഫക്ട് എത്ര സമയത്തേക്ക് ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു അനസ്തേഷ്യ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്നത്. ഓൾസോ ഇൻക്ലൂഡ് ദ അനസ്തെറ്റിക് ഏജന്റ്. ഏത് മരുന്ന് കൊടുത്തു അല്ലെ, ഏത് അനസ്തെറ്റിക് ഏജന്റ് ആണ് കൊടുത്തത്, എത്ര എമൗണ്ട്, എത്ര അളവിൽ കൊടുത്തു, ഏത് ടെക്നിക് ഉപയോഗിച്ച് കൊടുത്തു, ഏത് രീതിയിലാണ് നമ്മളത് അവർക്ക് കൊടുത്തത്, അതുപോലെ തന്നെ അതിന്റെ എഫക്ട് ആൻഡ് ഡ്യൂറേഷൻ, എത്ര സമയം അത് ആ ഒരു വ്യക്തിയിൽ അതിന്റെ പ്രഭാവം എത്ര നേരം നിലനിൽക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ, TPR നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ആ ഒരു TPR റേറ്റ്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ മുതലായിട്ടുള്ളവ ഒരു അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുൻപ് ആ ഒരു പേഷ്യന്റിന് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വൈറ്റൽ സയൻസ് പരിശോധിക്കാറുണ്ട്. അപ്പൊ അതെല്ലാം ഈ ഒരു അനസ്തേഷ്യ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അനസ്തേഷ്യ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ അനസ്തേഷ്യ മരുന്നുകളാണോ ഒരു ഓപ്പറേഷന് മുൻപ് ഒരു പേഷ്യന്റിന് കൊടുത്തിരിക്കുന്നത്, അത് എത്ര എമൗണ്ടിൽ കൊടുത്തു, ഏത് മരുന്നാണ് കൊടുത്തത്, എത്ര എമൗണ്ടിൽ കൊടുത്തു, ഏത് സമയത്ത് കൊടുത്തു, ഏത് രീതിയിലൂടെ കൊടുത്തു, അതുപോലെ തന്നെ അതിന്റെ ആ ഒരു പ്രഭാവം എത്ര നേരം, അതിന്റെ ആ ഒരു ഡ്യൂറേഷൻ നിലനിൽക്കുന്നു. അതുപോലെ അനസ്തേഷ്യക്ക് മുൻപ് കൊടുക്കുന്നതിന് മുൻപ് അവരുടെ ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ മുതലായവ പരിശോധിച്ചതിന്റെ റിസൾട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടുകളോ ഇതോടൊപ്പം ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ അനസ്തേഷ്യ റിപ്പോർട്ട്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഓപ്പറേഷൻ റിപ്പോർട്ട്. ഓപ്പറേഷൻ റിപ്പോർട്ടിൽ ഇറ്റ്സ് ഇൻക്ലൂഡ് കൺസെന്റ് ഫോർ സർജറി, pre-anesthesia, anesthesia and post-anesthesia reports and the operative report. ഈ ഒരു ഓപ്പറേഷൻ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ഒരു ഹോസ്പിറ്റലിൽ പേഷ്യന്റ് വന്നു അവർ എന്തെങ്കിലും സർജറി അല്ലെങ്കിൽ ഓപ്പറേഷൻസിന് വിധേയമാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ സർജറിയുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്ന് സമ്മതം നമ്മൾ വാങ്ങാറുണ്ട്. ആ ഒരു കൺസേൺ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അനസ്തേഷ്യക്ക് മുൻപും അനസ്തേഷ്യ കൊടുത്തപ്പോഴും അനസ്തേഷ്യക്ക് ശേഷം പോസ്റ്റ് അനസ്തേഷ്യ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഉണ്ടാവാം.
അതുപോലെ തന്നെ ഓപ്പറേറ്റീവ് റിപ്പോർട്ട്, ഇവിടെ സർജറിയുമായി ബന്ധപ്പെട്ട ആ ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളോ ഈ ഒരു ഓപ്പറേഷൻ റിപ്പോർട്ട്, ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതെല്ലാം ഈ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെടും. And pre-operative diagnosis should be recorded before surgery. ഇപ്പൊ നമ്മളൊരു ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറിക്ക് മുൻപ് കുറെ കാര്യങ്ങൾ ഡയഗ്നോസിസ് നടത്തും അല്ലെ? ഇല്ലേ? ഒരു ഓപ്പറേഷന് മുൻപ് കുറെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ആ ഒരു ഡോക്ടേഴ്സ് നിർദ്ദേശപ്രകാരം ആ ഒരു ഓപ്പറേഷന് മുൻപ് ആ ഒരു പേഷ്യന്റിന് നടത്താറുണ്ട്. അപ്പൊ അങ്ങനെ ഓപ്പറേഷന് മുൻപ് നടത്തിയിട്ടുള്ള രോഗനിർണയ മെത്തേഡുകൾ അല്ലെങ്കിൽ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മുൻകൂട്ടി, അതായത് സർജറിക്ക് മുൻപ് തന്നെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. Then it involves full description of the detection, both normal and abnormal. അപ്പൊ നമുക്കറിയാം ഇപ്പൊ അതില് ചിലപ്പോ പല ഓർഗൻസ്, ഇപ്പൊ ഒരു ഹാർട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഏതൊരു ഭാഗത്താണോ സർജറി നടത്തുന്നത്, അത് ഏതൊക്കെ ഓർഗൻസ് ആണ് അതിൽ ഉൾപ്പെടുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പരിശോധനകൾ നടത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നോർമൽ ആയിരിക്കാം അല്ലെ? ഇപ്പൊ ഒരു ECG എടുക്കുന്നു, ഒരു നോർമൽ ആയിട്ടുള്ള ECG ആണ് റിപ്പോർട്ട് ആണെങ്കിലും അത് ഒഴിവാക്കണ്ട, അത് അതിന്റെ കൂടെ തന്നെ വെക്കണം. ഇനിയിപ്പോ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ, അസാധാരണമായിട്ടുള്ള കണ്ടെത്തലുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും അതിന്റെ കൂടെ വെക്കണം. അതുപോലെ തന്നെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറിയുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് കൊടുത്തത് അതിന്റെ റിപ്പോർട്ട് വേണം. അതുപോലെ തന്നെ സ്റ്റിച്ചേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മൾ സ്റ്റിച്ചുകൾ ഇടാറുണ്ട് അല്ലെ? ഒരു ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എത്ര തുന്നലുകളുണ്ട് അല്ലെങ്കിൽ എത്ര സ്റ്റിച്ചുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് ഡ്രെയിൻസ് ആൻഡ് സ്പോഞ്ചസ് യൂസ്ഡ്, സർജറിയുമായി ബന്ധപ്പെട്ട് ബ്ലഡോ കാര്യങ്ങളോ ഒക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഡ്രെയിൻസ് മെഷീനുകളോ അല്ലെങ്കിൽ സ്പോഞ്ചുകളോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വേണം. അതുപോലെ ഈ സർജറി അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഏത് സർജനാണ് അവിടെ ഉണ്ടായിരുന്നത്, അവരുടെ പേര്, അവരുടെ അസിസ്റ്റൻസ് ആയിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ പേരും പ്രത്യേകമായിട്ട് പരാമർശിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ഒരു ഓപ്പറേഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ഒരു ഓപ്പറേഷൻ നടത്തുന്ന ഒരു സർജറി നടത്താൻ പോകുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരിൽ നിന്ന് നമ്മുടെ സമ്മതം അല്ലെങ്കിൽ കൺസേൺ വാങ്ങാറുണ്ട്. ആ ഒരു കൺസേൺ ലെറ്റർ ഇതിനോടൊപ്പം വേണം. അതുപോലെ തന്നെ പ്രീ അനസ്തേഷ്യ, അനസ്തേഷ്യ, പോസ്റ്റ് അനസ്തേഷ്യ 3 ഘട്ടങ്ങളിലെയും പ്രധാനപ്പെട്ട വിവരങ്ങൾ വേണം. അതുപോലെ തന്നെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന ഒരു റിപ്പോർട്ട് കൂടി ഇതിനോടൊപ്പം ഉണ്ടായിരിക്കണം. അപ്പൊ അതില് പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ്, അതായത് നമ്മൾ സർജറിക്ക് മുൻപായിട്ട് നമ്മുടെ ചില രോഗനിർണയങ്ങൾ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകള് സർജറിക്ക് മുൻപ് തന്നെ പ്രത്യേകമായിട്ട് അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. അതോടൊപ്പം എന്തിനെ കുറിച്ചൊക്കെ ഫുൾ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കണം. ഇതിൽ എന്തൊക്കെ ഓർഗൻസ് നമ്മൾ ഈ ഒരു ടെസ്റ്റിന് വേണ്ടി വിധേയമാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ ഓർഗൻസ് ആണ് ഈ സർജറിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഓർഗൻസ് ആണ് സർജറിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പരിശോധനകൾക്കും ചിലപ്പോൾ നോർമൽ ആയിട്ടുള്ള റിസൾട്ട് ആവാം, അബ്നോർമൽ റിസൾട്ടുകളാവാം നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത്. ഇതെല്ലാം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തണം. അതോടൊപ്പം തന്നെ സർജറിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ഇവർക്ക് കൊടുത്തിട്ടുണ്ടോ, എന്തൊക്കെ സ്റ്റിച്ചസ് അല്ലെങ്കിൽ എത്രത്തോളം തുന്നലുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ ഈ ഒരു പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ട്രെയിൻ എക്യുപ്മെന്റ്സുകളോ സ്പോഞ്ചുകളോ ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഈ സർജറി നടത്തിയ സർജൻസിന്റെയും അവരുടെ അസിസ്റ്റന്റുകളുടെയും പേരുകളും ഈ ഒരു റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിച്ച് സൂക്ഷിക്കണം. ക്ലിയർ ആണോ ഓപ്പറേഷൻ റിപ്പോർട്ട്? ഓക്കെ. ദെൻ അടുത്തത് റിക്കവറി റൂം റെക്കോർഡ്. റിക്കവറി റൂം എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് നമ്മളെ കൊണ്ടുവരുന്ന റൂമാണ് റിക്കവറി റൂം അല്ലെ? നമ്മുടെ ആ ഒരു വാർഡിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ റൂമിലേക്കോ മാറ്റുന്നതിന് മുൻപ് കുറച്ച് സമയം ഒരു ഒബ്സർവേഷന് വേണ്ടി നമ്മൾ വെക്കുന്ന ഇടമാണ് റിക്കവറി റൂം അല്ലേ? ICU അല്ല ശരിക്കും നമ്മുടെ സർജറി കാര്യങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒരു നിരീക്ഷണത്തിനായിട്ട് കുറച്ച് സമയം നമ്മുടെ റിക്കവറി റൂമുകളിൽ കിടക്കാറില്ലേ? അതിനുശേഷം ഓക്കെ ആണ് എന്നുള്ളത് കണ്ടീഷൻ സർജറിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ICU പോലെ തന്നെ നമ്മുടെ വാർഡുകൾ പോലെ വാർഡായിരിക്കും. അതിനുള്ളിൽ നമ്മൾ കിടത്താറ്. നമുക്ക് എന്തെങ്കിലും പുതിയ
ബുദ്ധിമുട്ട് ഒബ്സർവേഷൻ റൂമുകൾ. അപ്പൊ നമുക്കധികം ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒരു സർജറി കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളൊക്കെ അവർക്ക് തരാൻ പറ്റും. ഇനി കുഴപ്പമില്ല, ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വാർഡിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ റൂമുകളിലേക്കോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഒരു റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറഞ്ഞാൽ it includes complete record from the time the patient leaves the operating room. അതായത് ഒരു പേഷ്യന്റ് ഓപ്പറേഷൻ റൂമിൽ നിന്നും പുറത്തേക്ക് വരുന്നു അല്ലെ, ഒരു ഓപ്പറേഷൻ റൂമിൽ നിന്നും അവര് പുറത്തേക്ക് വന്നു എന്നാൽ until he reaches the nursing room. അപ്പൊ ഒരു പീരീഡ് ആണ്, ഒരു കാലഘട്ടം, ഒരു സമയമാണ്. എവിടെ മുതൽ എവിടെ വരിക? ഇവര് ഓപ്പറേഷൻ റൂമിൽ നിന്നും പുറത്തു വന്നു, അതുപോലെ തന്നെ നഴ്സിംഗ് റൂമിലേക്ക് എത്തുന്നത് വരെയുള്ള സമയം. അത് ഇൻക്ലൂഡ്സ് കംപ്ലീറ്റ് റെക്കോർഡ്. അതിനെ കുറിച്ചുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള റെക്കോർഡാണ് റിക്കവറി റൂം റെക്കോർഡ്. നമുക്കറിയാം, ഒരു ഓപ്പറേറ്റിംഗ് റൂമിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ അവരെ കുറച്ചു നേരം ഈ റിക്കവറി റൂമുകളിലാണ് എന്ത് ചെയ്യുന്നത്, താമസിപ്പിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഒബ്സർവേഷനും കാര്യങ്ങളും അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ ആ ഒരു ഓപ്പറേഷൻ റൂമിൽ നിന്ന് വരുന്നത് വരെയുള്ള കാര്യങ്ങൾ ആ ഒരു ഓപ്പറേറ്റിംഗ് റെക്കോർഡിൽ നമ്മൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തും. ഇനി ആ ഒരു ഓപ്പറേറ്റിംഗ് റൂമിൽ നിന്നും പുറത്തു പോകുന്ന സമയം, അവർ പുറത്തു വരുന്ന സമയം മുതൽ ഒരു നഴ്സിംഗ് റൂമിൽ എത്തുന്നത് വരെയുള്ള സമയത്തെ കാര്യങ്ങളാണ് ഈ ഒരു റിക്കവറി റൂം റെക്കോർഡിൽ ഉൾപ്പെടുത്തുക. മനസ്സിലായോ? അപ്പൊ ആ ഒരു സമയമാണ്, ആ ഒരു പേഷ്യന്റ് ഓപ്പറേറ്റിംഗ് റൂമിൽ നിന്ന് പോകുന്നു, അതുപോലെ തന്നെ നഴ്സിംഗ് റൂമിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു റിക്കവറി റൂം റെക്കോർഡിൽ ഉണ്ടാകുക. നെക്സ്റ്റ് പറയുന്നത് നഴ്സിംഗ് നോട്ടുകൾ. Nursing note പറയുന്നത് it includes the nurse's observation of the patient, care and treatment given to the patient, and the patient response to the treatment. ഇവിടെ nursing note എന്ന് പറയുന്നത് നഴ്സ് ആണ് തയ്യാറാക്കുന്നത്. ഒരു നഴ്സിന്റെ ഒബ്സർവേഷൻ ആണ്. അവർ ആ ഒരു പേഷ്യന്റിനെ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നു. അവർ കൃത്യമായിട്ട് ആ ഒരു പേഷ്യന്റിനെ നിരീക്ഷിക്കുന്നു. അതിനനുസരിച്ച് പേഷ്യൻസിന് എന്തൊക്കെ പരിചരണങ്ങൾ കൊടുത്തു, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് പേഷ്യൻസിന് ആ ഒരു നഴ്സിംഗ് റൂമിൽ നിന്ന് കൊടുത്തത്, അതുപോലെ തന്നെ ആ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ആ പേഷ്യൻസ് എങ്ങനെയാണ് അതിന് പ്രതികരിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നഴ്സിംഗ് നോട്ടുകളിൽ ഉണ്ടാവുക. Then it narrates the patient's requirements, problems, capabilities and limitations in respect of the patient behavior. ഇവിടെ ഈ ഒരു പേഷ്യൻസിന്റെ ആവശ്യകതകൾ എന്താണ്, അതുപോലെ പേഷ്യൻസിന്റെ പ്രോബ്ലംസ് എന്താണ്, പേഷ്യൻസിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ കഴിവുകൾ എന്താണ്, അവരുടെ പരിമിതികൾ എന്താണ്, ആ പേഷ്യൻസിന്റെ ബിഹേവിയർ ബഹുമാനപൂർവ്വമുള്ള ബിഹേവിയർ ആണോ, അവരുടെ ആ ഒരു നേച്ചർ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു നഴ്സിംഗ് നോട്ടില് അവർ കൃത്യമായി ഒബ്സർവ് ചെയ്ത് രേഖപ്പെടുത്തുന്നു. And this document includes statement of nursing measures which has to be taken to facilitate the medical care provided. അവർക്ക് കൊടുക്കുന്ന വൈദ്യപരിചരണം കുറച്ചുകൂടി സുഗമമാക്കാൻ വേണ്ടി ആ ഒരു നഴ്സ് എന്തൊക്കെ ആ ഒരു നഴ്സിംഗ് സ്റ്റേഷനിൽ നിന്നും എന്തൊക്കെ നല്ല രീതിയിലുള്ള നഴ്സിംഗ് മെഷേഴ്സ് അല്ലെങ്കിൽ പരിചരണങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ നടപടികൾ നടത്തിയിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളായിരിക്കും ഇതിൽ കൊടുത്തിരിക്കുക. അപ്പൊ ഒരു പേഷ്യന്റ് ആ ഒരു നഴ്സിംഗ് റൂമുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള കെയറും ട്രീറ്റ്മെന്റും ഒക്കെ അവരവിടുന്ന് കൊടുക്കുന്നുണ്ട്. ആ ഒരു കിട്ടുന്ന, അതായത് അവർക്ക് കൊടുക്കുന്ന ആ ഒരു വൈദ്യ പരിചരണം സുഗമമാക്കുന്നതിന് വേണ്ടി എന്തൊക്കെ നടപടികൾ നഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മളിവിടെ പരാമർശിച്ചിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് കൊടുക്കുന്ന, അപ്പൊ ആ ഒരു ഒബ്സർവേഷനും കൂടിയാണ് ആ ഒരു പേഷ്യന്റ് എങ്ങനെയാണ്, അവർക്ക് എന്തൊക്കെ പരിചരണം ആവശ്യമാണ്, എന്തൊക്കെയാണ് അവരുടെ പരിമിതികൾ, എന്തൊക്കെയാണ് അവരുടെ കഴിവുകൾ, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവരുടെ പ്രോബ്ലംസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനോട് ആ പേഷ്യന്റ് എങ്ങനെ പ്രതികരിക്കുന്നു, അതിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും, അങ്ങനെ എന്തൊക്കെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള കെയർ കിട്ടും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു നഴ്സിന്റെ ഒബ്സർവേഷനിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു നഴ്സിംഗ് നോട്ടിൽ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ ആണോ നഴ്സിംഗ് നോട്ട്സ്? ഓക്കെ ആണോ? ഓക്കെ, അടുത്തതാണ് TPR ചാർട്ട്. TPR ചാർട്ടില് the temperature, pulse, respiration and blood pressure measurements are listed in this form. TPR ന്റെ ഷോർട്ട് ഫോം ആക്കി എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. ടെമ്പറേച്ചർ, പൾസ്,
respiration and blood pressure measurements are listed in this form. നമ്മുടെ പേഷ്യൻസിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ പൾസ് റേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ, അവരുടെ റെസ്പിറേഷൻ എങ്ങനെയാണ്, അവരുടെ ബ്ലഡ് പ്രഷർ എങ്ങനെയാണ്, മുതലായിട്ടുള്ള മെഷർമെന്റ്സ് അല്ലെങ്കിൽ അളവുകളാണ് നമ്മൾ ഈ ഒരു TPR ചാർട്ടിൽ കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അവരുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ ഒരു ഡോക്ടേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, കൃത്യമായിട്ട് അവരുടെ ടെമ്പറേച്ചറും പൾസും കാര്യങ്ങളൊക്കെ ഇടവേളകളിൽ അത് പരിശോധിക്കാറുണ്ട്. അത് കൃത്യമായിട്ട് ഈ ഒരു TPR ചാർട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു നോട്ടിലാണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വരുന്നത് മെഡിക്കേഷൻ ഷീറ്റ്. മെഡിക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലെ, മരുന്നുകളുമായി ബന്ധപ്പെട്ടതാണ്. ഇറ്റ് പ്രൊവൈഡ്സ് ദ ഡോക്യുമെന്റേഷൻ ഓഫ് ദ മെഡിസിൻസ് ഗിവൺ ഓറലി typically എന്നാണ് കേട്ടോ, ബൈ ഇൻഹലേഷൻ ആൻഡ് ഇൻഫ്യൂഷൻ. അപ്പൊ നമുക്കറിയാം ഒരു മരുന്ന് എങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാം. നമുക്കൊരു രോഗിക്ക് ഏതൊക്കെ രീതിയിലുള്ള മരുന്നുകൾ കൊടുക്കാം? ഓറലി കൊടുക്കാം അല്ലെ, ഓറലി കൊടുത്തൂടെ? ഇൻഹലേഷൻ വഴി. ഇപ്പൊ ശ്വാസതടസ്സമൊക്കെ അനുഭവപ്പെടുന്ന ആളുകളാണെങ്കിൽ അവരെന്താണ്, എങ്ങനെയാണ് അവർക്കൊരു മരുന്ന് കൊടുക്കാറ്? ഇപ്പൊ നമുക്ക് ബുദ്ധിമുട്ട്, ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ബ്രീത്തിങ് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? നെബുലൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറില്ലേ? യൂസ് ചെയ്യാറില്ലേ? ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടില്ലേ? പേഷ്യൻസ് ഇൻഹേലേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടില്ലേ? അപ്പൊ നമുക്ക് ശ്വസനത്തിലൂടെ മരുന്നുകൾ ഭാഗത്തേക്ക് കൊടുക്കാം അല്ലെ, ശ്വസനത്തിലൂടെ കൊടുക്കാം. അതുപോലെ തന്നെ ഇൻഫ്യൂഷൻസ്, ഇപ്പൊ നമുക്ക് ഇൻജക്ഷൻസ് വഴിയും നമുക്ക് ഒരു രോഗിക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് പ്രത്യേകമായിട്ട് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന 3 മെത്തേഡാണിത്. അപ്പൊ അതില് the time, date, time, a name of drug, those are route by which it was given are documented after drug was administered. ഈ ഒരു മെഡിക്കേഷൻ ഷീറ്റില് ഇവർ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുന്നത് ഒരു മരുന്ന് രോഗിക്ക് നൽകുന്നു, അത് നൽകിയതിനു ശേഷം ഏത് ദിവസം നൽകി, ഏത് സമയത്ത് നൽകി, കൃത്യമായ ഡേറ്റ്, കൃത്യമായ സമയം, ഏത് മരുന്നാണ് നൽകിയത്, എത്ര ഡോസ് നമ്മൾ നൽകി, അതുപോലെ തന്നെ ഏത് രീതിയിൽ, ഓറലിലാണോ ഇൻഹലേഷൻ വഴിയാണോ, അതെ രേഖപ്പെടുത്തും, ഇൻഹലേഷൻ വഴിയാണോ അല്ലെങ്കിൽ ഇൻഫ്യൂഷൻ ഇൻജക്ഷൻസ് വഴിയാണോ, ഏത് രീതിയിലാണ് നമ്മൾ അവർക്ക് മരുന്ന് കൊടുത്തതിന് ശേഷമാണ് രേഖപ്പെടുത്തുക കേട്ടോ. അവർക്ക് ആ ഒരു മരുന്ന് കൊടുത്തതിന് ശേഷം കൃത്യമായിട്ട് അത് എന്ത് ചെയ്യുന്നു, രേഖപ്പെടുത്തി വെക്കുന്നു. ഏത് ദിവസം, ഏത് സമയം, ഏത് ഡ്രഗാണ് കൊടുത്തത്, അതുപോലെ എത്ര ഡോസിൽ നമ്മൾ കൊടുത്തു, അതുപോലെ തന്നെ ഏത് രീതിയിൽ കൊടുത്തു എന്ന് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് മെഡിക്കേഷൻ ഷീറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ മെഡിക്കേഷൻ ഷീറ്റ്? ഓക്കെ. നെക്സ്റ്റ് മിസലേനിയസ് റിപ്പോർട്ട്. മിസലേനിയസ് റിപ്പോർട്ടിൽ പറയുന്നത് മറ്റ് നിരവധി, ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റുകളായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റുകൾ ഉണ്ടല്ലോ, ഹോസ്പിറ്റല്, ICU, CCU, അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കെയർ യൂണിറ്റുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് മിസലേനിയസ് റിപ്പോർട്ടുകളിൽ വരുന്നത്. ഇപ്പൊ പ്രത്യേക ഡിപ്പാർട്ട്മെന്റിനെയും കാര്യങ്ങളെ കുറിച്ചുള്ളതല്ല, വിവിധ രീതിയിൽ വിവിധ റിപ്പോർട്ടുകളാണ് മിസലേനിയസ് റിപ്പോർട്ടുകൾ. അത് പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് കെയറുകൾ കൊടുക്കുന്ന ICU, CCU മുതലായിട്ടുള്ള, ICU ഒക്കെ അറിയാലോ അല്ലെ, CCU എന്താ കൊറോണറി കെയർ യൂണിറ്റുകൾ. അപ്പൊ അങ്ങനെയുള്ള ICU, CCU മുതലായിട്ടുള്ള അവയുടെമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് കാര്യങ്ങളാണ് മിസലേനിയസ് റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഫിസിക്കൽ തെറാപ്പി. ഫിസിക്കൽ തെറാപ്പിയും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇറ്റ് ഗീവ്സ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ, ഇതെല്ലാ പേഷ്യൻസിനും ഈ പറയുന്ന റിപ്പോർട്ടുകൾ ഉണ്ടാവണമെന്നില്ല കേട്ടോ. വരുന്ന പേഷ്യൻസ് എന്തൊക്കെ കണ്ടീഷനിലൂടെ കടന്നു പോകുന്നുണ്ടോ, അപ്പോ അവർ ഈ പറയുന്ന സ്റ്റേജിലൂടെ കടന്നു പോവേണ്ടി വന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ഫിസിക്കൽ തെറാപ്പി ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ അവർക്ക് അങ്ങനെ ഇല്ലെങ്കിൽ ആ റിപ്പോർട്ട് വേണ്ട, ഉണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു ഫിസിക്കൽ തെറാപ്പിയുമായി ബന്ധപ്പെട്ടാകുമ്പോൾ ഇറ്റ് ഗീവ്സ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ അസസ്മെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ് വിച്ച് ഇൻക്ലൂഡ് ദ യൂസ് ഓഫ് എക്സസൈസ്, ഹീറ്റ്, കോൾഡ് വാട്ടർ, ഇലക്ട്രിസിറ്റി, അൾട്രാസൗണ്ട് ആൻഡ് ഫിസിക്കൽ മീൻസ് ടു ബ്രിങ് ബാക്ക് ദ പേഷ്യന്റ് ടു യൂസ്ഫുൾ ആക്ടിവിറ്റി. അപ്പൊ നമുക്കറിയാം, നമ്മളൊരു ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ പൂർണ്ണമായും ഭേദമാക്കാൻ നമുക്ക് പറ്റില്ല അല്ലെ. ഇപ്പൊ ഒരു ആക്സിഡന്റോ കാര്യങ്ങളോ നടന്ന ഒരാളാണെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കൊടുത്ത് അവരുടെ മുറിവ് കാര്യങ്ങൾ ഭേദമാക്കിയാൽ കുറച്ച് എക്സസൈസുകളിലൂടെ അല്ലെങ്കിൽ കുറച്ച് ഫിസിക്കൽ തെറാപ്പികളിലൂടെ ആയിരിക്കും അവരെ ആ ഒരു നോർമൽ
നമ്മുടെ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ആ ഒരു കണ്ടീഷനിലേക്ക് തിരികെ എത്തിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും നമുക്ക് സാധിക്കുക അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ പല എക്സസൈസുകളും നമ്മൾ ഉപയോഗിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ ഹീറ്റ് തെറാപ്പികൾ കൊടുക്കും, കോൾഡ് തെറാപ്പികൾ കൊടുക്കും, വാട്ടർ തെറാപ്പികൾ കൊടുക്കും, അതുപോലെ ഇലക്ട്രിക് ഷോക്ക് പോലെയുള്ള കാര്യങ്ങൾ കൊടുത്ത് ചെയ്യാൻ പറ്റും. അൾട്രാസൗണ്ട് റേഡിയേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും. അതുപോലെ പല ഫിസിക്കൽ ആയിട്ടുള്ള ശാരീരികപരമായിട്ടുള്ള പലതരത്തിലുള്ള എക്സസൈസുകളും സ്ട്രോക്ക് ഒക്കെ വന്ന ആളുകൾക്കാണെങ്കിലൊക്കെ അവരെ ആ ഒരു നോർമൽ കണ്ടീഷനിലേക്ക് നമുക്ക് എത്തിക്കണം അല്ലെ. ഒരു ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് എത്തണമെങ്കിൽ ഈ പറയുന്ന യൂസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും അവർ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഫിസിക്കൽ തെറാപ്പി പോലെയുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിനെ കുറിച്ചുള്ള വിവരണം ഏത് രീതിയിലുള്ളതാണ് കൊടുത്തിരിക്കുന്നത്, അതെങ്ങനെയാണ് കൊടുത്തത്, അതുവഴി അവർക്കുണ്ടായ മാറ്റങ്ങൾ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുന്നു. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്തത് സോഷ്യൽ സർവീസ് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഹോസ്പിറ്റലുകളാണെങ്കിലും സാമൂഹ്യ സേവന ആളുകൾ ഉണ്ടാവും, സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവും അല്ലെ. ഹോസ്പിറ്റലുകളിലെ സോഷ്യൽ വർക്കേഴ്സ് ഇല്ലേ, കണ്ടിട്ടില്ലേ നിങ്ങൾ? അവർ നമ്മുടെ അടുത്ത് വന്ന് സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ അവർ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നമുക്ക് കൺസിസ്റ്റ് ഓഫ് ബാക്ക്ഗ്രൗണ്ട് ആ ഒരു പേഷ്യന്റിന്റെ പശ്ചാത്തലം എങ്ങനെയാണ്, അവരുടെ സോഷ്യൽ ഇൻഫർമേഷൻസ്, അവർക്ക് ആവശ്യമായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള വിവരങ്ങൾ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ ഒരു പേഷ്യന്റിന്റെ അവരുടെ ഫാമിലിയുടെ ഒക്കെ പ്രോബ്ലംസ് എന്താണ്, ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് മുൻപേ ഇപ്പൊ ഫിനാൻഷ്യൽ ആണെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്നൊക്കെ ഈ ഒരു സോഷ്യൽ വർക്കേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, കൃത്യമായിട്ട് അന്വേഷിച്ച് കണ്ടെത്താറുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടെത്തുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം അങ്ങനെ സോഷ്യൽ വർക്കേഴ്സ് വന്നിങ്ങനെ കണ്ടെത്തുമ്പോഴാണ് നമുക്ക് അതിനനുസരിച്ച് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഇപ്പൊ വയ്യാത്തവര് ചിലപ്പോ ഫിനാൻഷ്യലി അധികം ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർ എന്ത് ചെയ്യും, ബന്ധപ്പെട്ട ആളുകളായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും ഇല്ലേ. അതിനനുസരിച്ച് നമുക്ക് അസിസ്റ്റൻസ് സഹായങ്ങളൊക്കെ കിട്ടാറുണ്ട് മിക്ക ആളുകൾക്കും ഇല്ലേ. കുറെ പേര് ഡൊണേഷൻ സംഭാവനകൾ പോലെ അല്ലെ, ചാരിറ്റിയുമായി ബന്ധപ്പെട്ടവർക്ക് കുറേയധികം സംഭാവനകൾ കാര്യങ്ങൾ. അപ്പൊ ഈ സോഷ്യൽ വർക്കേഴ്സ് ആണ് ഈ പറയുന്ന പേഷ്യൻസിനെയും ഫാമിലിയെയും കുറച്ചും കൂടി അവരുമായിട്ട് നല്ല ഇടപെടൽ നടത്തുന്നു. അവരുടെ പശ്ചാത്തലം അവരെങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്, അവർക്ക് അതിനുള്ള ഫിനാൻഷ്യൽ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കാനുള്ള ആ ഒരു ഫിനാൻഷ്യൽ കപ്പാസിറ്റി അവർക്കുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് അവരുടെ സോഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കും. ഇങ്ങനെയുള്ള അവൈലബിൾ ആയിട്ടുള്ള അവരുടെ സഹായങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കാനൊക്കെ അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് അവർക്ക് ആ ഒരു സഹായങ്ങളൊക്കെ ലഭ്യമാക്കി സോഷ്യൽ വർക്കേഴ്സ് കൊടുക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് സോഷ്യൽ സർവീസ് ഡേറ്റയിൽ വരുന്നത്. ലാസ്റ്റ് വണ്ണാണ് ഡിസ്ചാർജ് സമ്മറി. ഡിസ്ചാർജ് സമ്മറി അറിയാലോ അല്ലെ, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഡിസ്ചാർജ് സമ്മറിയുടെ കാര്യം അല്ലെ. ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാൽ എ ബ്രീഫ് recapitulation of the patient's course in the hospital. ഒരു ഹോസ്പിറ്റലിലെ പേഷ്യന്റിന്റെ ആ ഒരു ഗതി അല്ലെങ്കിൽ ആ ഒരു കോഴ്സിനെ കുറിച്ചുള്ള ഒരു പുനരാവിഷ്കരണമാണ് ശരിക്കും ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ചുരുക്കിയുള്ള ഒരു പുനരാവിഷ്കരണമാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് ഇല്ലേ. ഒരു പേഷ്യന്റിന്റെ ഒരു ഡിസ്ചാർജ് സമ്മറി നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ചുരുക്കി ആ ഒരു പേഷ്യന്റ് ഈ ഹോസ്പിറ്റലിൽ വന്നത് മുതൽ ഡിസ്ചാർജ് ആയി പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു ചുരുക്കിയ ഒരു സംഗ്രഹം നമുക്ക് കിട്ടും അല്ലെ. ഒരു ഡിസ്ചാർജ് സമയം അപ്പൊ ശരിക്കും അതൊരു പുനരാവിഷ്കരണമാണെന്നാണ് പറയുന്നത്. ആ ഒരു ഹോസ്പിറ്റലിൽ വന്ന പേഷ്യന്റ് വന്ന സമയം മുതൽ പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഇങ്ങോട്ട് റീസൺ ഫോർ ദ ഹോസ്പിറ്റലൈസേഷൻ, ഹോസ്പിറ്റലിൽ അവർ പ്രവേശിക്കുന്നതിന്റെ ഉണ്ടായിട്ടുള്ള കാരണം എന്താണ്. വെറുതെ ഒരാൾ ഹോസ്പിറ്റലിലേക്ക് വരില്ല അല്ലെ, എന്ത് കാരണം കൊണ്ട് അവർ ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. അതുപോലെ സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഫ്രം എക്സാമിനേഷൻ, അവർക്ക് നടത്തിയ പരിശോധനകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം, പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തെല്ലാമാണ്, അവർക്ക് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നമ്മൾ കൊടുത്തു, എന്തൊക്കെ തെറാപ്പികൾ കൊടുത്തു, അതിനൊക്കെ അതിനുള്ള പ്രതികരണം, നമ്മൾ പ്രൊസീജിയർ കൊടുത്തു, നമ്മൾ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്, അതിനോട് അവരെങ്ങനെ പ്രതികരിച്ചു, ആ റെസ്പോൺസ്. അതുപോലെ തന്നെ കണ്ടീഷൻ ഓഫ് അറ്റ് ദ ടൈം ഓഫ് ഡിസ്ചാർജ്, അവർ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ്. അതുപോലെ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡഡ് റിഗാർഡിംഗ് മെഡിക്കേഷൻസ്, നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് മരുന്നുകളുമായി ബന്ധപ്പെട്ട് ഇന്ന മരുന്നുകൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര ദിവസം കഴിക്കണം എന്ന് പറഞ്ഞ് നമുക്ക് നിർദ്ദേശങ്ങൾ തരാറുണ്ട് അല്ലെ.
ഇല്ലേ? ഇന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യണം എന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾ തരാറുണ്ട് അല്ലെ? എല്ലാ പേഷ്യൻസിനും ഉണ്ടാവണമെന്നില്ല കേട്ടോ. ഓരോ പേഷ്യന്റിനെയും കണ്ടീഷൻ അനുസരിച്ച് ഹോസ്പിറ്റലുകാർ നമുക്ക് നിർദ്ദേശങ്ങൾ തരാറുണ്ട്. അതുപോലെ ചിലരോട് പറയാറുണ്ട് ഇങ്ങനെയുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്യണം ഇല്ലേ? ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഒരു കിഡ്നിയുമായി ബന്ധപ്പെട്ടോ ഹേർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലമുള്ള ആളുകളോടൊക്കെ പ്രത്യേകമായിട്ട് അവർ ഡയറ്റ് നിർദ്ദേശിക്കാറുണ്ട് അല്ലെ? അൺഫോളോ അപ്പ് കെയറുകൾ. ഇനി എന്തൊക്കെ ഫോളോ അപ്പോ കാര്യങ്ങളോ ആണോ ചെയ്യേണ്ടത്, എന്നത്തേക്കാണ് ഫോളോ അപ്പ് കെയറിന് വേണ്ടി പറയുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തും. ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ ആ ഒരു കോഴ്സ് എങ്ങനെയായിരുന്നു അതിനെ കുറിച്ചുള്ള ഒരു പുനരാവിഷ്കരണമാണ് ശരിക്കും ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. അതിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ആ ഒരു രോഗി വരാനുണ്ടായിട്ടുള്ള കാരണം, അത് വന്നു കഴിഞ്ഞപ്പോൾ ആ ഹോസ്പിറ്റൽ എന്തൊക്കെ പരിശോധനകൾ നടത്തി, അതിലൂടെ നമ്മൾ എന്തൊക്കെ കണ്ടെത്തലുകൾ നടത്തി, അതിനനുസരിച്ച് എന്ത് പ്രൊസീജിയേഴ്സ് ആ ഒരു പേഷ്യന്റിന് കൊടുത്തു, എന്തൊക്കെ തെറാപ്പികളും ട്രീറ്റ്മെന്റുകളും കൊടുത്തു, അതിനോടുള്ള പേഷ്യൻസിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു, ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് ആ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണ്, ആ ഒരു ഡിസ്ചാർജുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കും ഹോസ്പിറ്റലിൽ നിന്നും കിട്ടിയിട്ടുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ മരുന്ന് കഴിക്കണം, എന്തൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യണം, എന്തൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യണം, എന്തൊക്കെ രീതിയിലുള്ള ഫോളോ അപ്പ് കെയറുകളാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഉൾപ്പെടുന്ന ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഡിസ്ചാർജ് സമ്മറി അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത് ഇൻവോൾവ്സ് discharge summary involves dash എന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതിൽ റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ വരാം, സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ് ഫ്രം എക്സാമിനേഷൻസ് വരാം, അതുപോലെ തന്നെ കണ്ടീഷൻ ദ ടൈം ഓഫ് ഡിസ്ചാർജ് വരാം. അങ്ങനെ ഓപ്ഷൻസ് ഏതും ഉണ്ടാവാം കേട്ടോ. ഓൾ ഓഫ് ദേമോ എന്ന രീതിയിലൊക്കെയാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നമ്മള് നെക്സ്റ്റ് ഒരു ഭാഗത്തേക്ക് പോവാണ്. അടുത്തത് അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ്. ഇവിടെ മെഡിക്കൽ റെക്കോർഡ് ഫോമുകള് അസംബിൾ ചെയ്യുന്ന അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് അസംബിൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഇൻപേഷ്യന്റ് ആകും. എങ്ങനെയാണ് അതിന്റെ ആ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നത്? ആദ്യം നമ്മൾ ആരായിട്ടാ ചെല്ലുക ഒരു ഹോസ്പിറ്റലില്? ആരായിട്ടാ ചെല്ലുന്നത്? ഒരു ഇൻപേഷ്യന്റ് ആയിട്ടാണോ ചെല്ലുക? അല്ല, ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ടാണ് നമ്മൾ ചെല്ലുക അല്ലെ? ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് ചെല്ലുന്നു, നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അഡ്മിഷൻ എടുത്ത് നമ്മുടെ പരിശോധനകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓക്കെ അല്ല, നമുക്കൊരു അഡ്മിഷൻ വേണമെന്നുണ്ട്, അഡ്മിറ്റ് ആയി ട്രീറ്റ്മെന്റ് എടുക്കണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഇൻപേഷ്യന്റ് ആയി മാറുന്നത് അല്ലെ? ആ ഒരു ഓർഡറിൽ തന്നെ നിങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. കാരണം എളുപ്പത്തിൽ അതാണ്, കുറച്ചുകൂടി എളുപ്പത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് മിസ് പറഞ്ഞത്. അതിന് എങ്ങനെയായിരിക്കും ആ ഒരു മെഡിക്കൽ റെക്കോർഡ് ഫോമുകൾ അറേഞ്ച് ചെയ്യുന്നത്, അത് ആ ഒരു ഫോളോ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് വരുന്നത് ഔട്ട് പേഷ്യന്റ് ആണ്. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട ആ ഒരു ഫോം എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഒരു ഔട്ട് പേഷ്യന്റിൽ എങ്ങനെ നമുക്ക് ഫോം അറേഞ്ച് ചെയ്യാൻ പറ്റും? ഔട്ട് പേഷ്യന്റ് ഫോം, അതായത് അതിൽ ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഔട്ട് പേഷ്യന്റ് ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുക്കണം അല്ലെ? വേണ്ടേ? ഔട്ട് പേഷ്യന്റ് ഫോമുകൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഔട്ട് പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തിട്ടുള്ളത് അതെല്ലാം ഒരു ക്രോണോളജിക്കൽ ഓർഡർ, അല്ലെങ്കിൽ ഒരു ക്രമമായിട്ടുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ ക്രമമായിട്ടുള്ള ഒരു ഓർഡറിൽ അത് എന്ത് ചെയ്യുന്നു? OP ടിക്കറ്റ് അല്ല, OP ടിക്കറ്റ് നമ്മൾ പോയി എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ കൃത്യമായിട്ട് നമ്മളെ അഡ്മിഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് ആദ്യം നമ്മൾ OP യിലേക്കാണല്ലോ പോവുക. അപ്പൊ അതിനുവേണ്ടി നമ്മൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫോമും കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കാറില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഔട്ട് പേഷ്യന്റ് ആയി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫോളോ അപ്പുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കും അവിടെ രേഖപ്പെടുത്തുക. ആ ക്രോണോളജിക്കൽ ഒരു ക്രമമായിട്ടുള്ള ഒരു ഓർഡറിലാണ് അത് ഓരോന്നും എന്ത് ചെയ്യുന്നത്? രേഖപ്പെടുത്തി വെക്കുന്നത്. അതർ ഫോംസ് ആർ അറ്റാച്ച്ഡ് ആസ് റിക്വയർഡ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി മറ്റെന്തെങ്കിലും ഫോമോ കാര്യങ്ങളോ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതും ഇതിനെ കൂടെ എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആണോ? ഔട്ട് പേഷ്യന്റ് ഓക്കെ ആണോ?
ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ആണെങ്കിൽ നമ്മുടെ ഫോമിൽ പറയുന്ന അഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടി വരില്ലേ. ആ ഒരു ഔട്ട് പേഷ്യന്റ് ഫോം ഉണ്ടാകും. അത് കഴിഞ്ഞ് എന്തെങ്കിലും ഫോളോ അപ്പോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒരുമിച്ച് അത് ഓരോന്നും ഒരു ക്രമമായ ഒരു ഓർഡറിന്റെ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ അതെല്ലാം ഒരു കൃത്യമായ ഒരു ക്രമമായ ഓർഡറിൽ എന്ത് ചെയ്യുന്നു, അറ്റാച്ച് ചെയ്ത് വെക്കുന്നു. ക്ലിയർ ആണോ? രണ്ടാമത്തത് കറസ്പോണ്ടൻസ്. കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞാല് കത്തിടപാടുകൾ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പൊ ഇൻക്ലൂഡ് റെഫറൽ ലെറ്റർ ഫോം പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവും കേട്ടോ. ഇൻക്ലൂഡ് റെഫറൽ ലെറ്റർ ഫോം ഇപ്പൊ ചിലപ്പോ നമ്മളൊരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് ഇവിടേക്ക് വന്നതാവില്ല. ചിലപ്പോ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെ റെഫർ ചെയ്ത് കൊണ്ടുവന്നതാകും അല്ലെ. റെഫർ ചെയ്ത് വിടാറുണ്ടല്ലോ വേറെ ഹോസ്പിറ്റലുകളിൽ നിന്നൊക്കെ നമ്മളെ റെഫർ ചെയ്തിട്ടുണ്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ അവരുടെ റെഫറൽ ലെറ്ററുകളാണ് ഇനി നെക്സ്റ്റ് വെക്കുക. അപ്പൊ ഒരു ഔട്ട് പേഷ്യന്റ് ആയിട്ട് വരുമ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകും. അത് കഴിഞ്ഞ് പറ്റേണ്ട ഒരു കാര്യമാണ് നമുക്ക് എവിടെ നിന്നെങ്കിലും റെഫറൽ ലെറ്ററോ കാര്യങ്ങളോ ആയിട്ടാണോ വന്നിരിക്കുന്നതെങ്കിൽ അത് നമ്മൾ വെക്കും. അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം ഇതുപോലെ തന്നെ അവിടെ അഡ്മിഷൻ എടുക്കണം എന്ന് പറഞ്ഞ് ചിലപ്പോ പല ക്ലിനിക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ പുറമേ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ റിക്വസ്റ്റ് ഫോം കാര്യങ്ങള് ഡോക്ടേഴ്സ് തന്നിട്ടുണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആ ഒരു ഹോസ്പിറ്റലിലേക്കുള്ള റിക്വസ്റ്റ് ആണ് ഇവർ അഡ്മിറ്റ് ചെയ്യണം. അവർ ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലിനിക്കിൽ ചിലപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ വിടാറില്ലേ നമ്മുടെ കയ്യില്. റെഫറൽ ലെറ്റർ പോലെ തന്നെ ഇവിടെ അഡ്മിറ്റ് ആക്കി ചിലപ്പോൾ ആന്റിബയോട്ടിക്കോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്ത് തന്നു വിടാറുണ്ടാവും. അപ്പൊ ആ ഒരു ഡോക്ടർ ചിലപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ ഇല്ല എങ്കിൽ അവരുടെ പരിചയമുള്ള ഡോക്ടേഴ്സോ കാര്യങ്ങളോ ആണെങ്കിൽ അവർക്കായിരിക്കും ആ ഒരു അഡ്മിഷൻ റിക്വസ്റ്റുമായിട്ടുള്ള ഫോം തന്നു വിടുക. അതുപോലെ കൺസൾട്ടേഷൻ ഫോം നമ്മൾ അവിടെ ഏത് ഡോക്ടേഴ്സിനെയാണോ കാണുന്നത് അവരുമായി ബന്ധപ്പെട്ട് കൺസൾട്ടേഷൻ ഫോമുകൾ ഉണ്ടാവും. കൺസേൺ ടു ആൻ ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും പരിശോധനകളോ കാര്യങ്ങളോ നടത്തുന്നതിന് വേണ്ടിയുള്ള കൺസേൺ ഫോമുകൾ സമ്മതം കൊടുക്കുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഫോമുകൾ. പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് ബിഫോർ ഓപ്പറേഷൻ ഇനി എന്തെങ്കിലും ഓപ്പറേഷൻസോ കാര്യങ്ങൾക്കോ വേണ്ടിയാണോ ഇവരിവിടെ വന്നിരിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ മുൻപ് നമ്മൾ കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യില്ലേ ആ ഒരു പേഷ്യന്റിന്റെ ആ ഒരു അവരുടെ പൾസ് അതുപോലെ തന്നെ വൈറ്റൽ സയൻസ് ECG മുതലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റിൽ ബർത്ത്. സ്റ്റിൽ ബർത്ത് എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റിൽ ബർത്ത്? നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ചാപിള്ള അല്ലെങ്കിൽ മരിച്ചപ്പോ തന്നെ ജനിച്ചപ്പോ തന്നെ മരണപ്പെട്ട കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അതാണ് സ്റ്റിൽ ബർത്ത്. ജനിക്കുമ്പോൾ തന്നെ മരണപ്പെടുന്നത്. ഇപ്പൊ ചാപിള്ള അങ്ങനെയുള്ള പേരൊക്കെയാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ ഫോമുകൾ. അതുപോലെ ബർത്ത് നോട്ടിഫിക്കേഷൻ ഫോം അത് ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബർത്ത് നോട്ടിഫിക്കേഷൻ പ്രസവവുമായി ബന്ധപ്പെട്ടാണ് ജനന നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും. മെഡിക്കൽ റിപ്പോർട്ടുകൾ ഉണ്ടാവും. ഇൻഫെക്ഷൻ കൺട്രോൾ ഫോമുകൾ, ഇൻസിഡന്റ് റിപ്പോർട്ടുകൾ. പിന്നെയുള്ള കറസ്പോൺസ് എന്ന് പറഞ്ഞാൽ അത് സമാനമായിട്ടുള്ള കുറെ ഫോമുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഒരു റെഫറൽ ലെറ്റർ ഫോം ഉണ്ടെങ്കിൽ അതുണ്ടാവും. അഡ്മിഷൻ റിക്വസ്റ്റ് ഫോം ഉണ്ടാവും. കൺസൾട്ടേഷൻ ഫോം ഉണ്ടെങ്കിൽ അത് കൺസേൺ ടു ആൻ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട് കൺസേൺ സമ്മതം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഫോം. അതുപോലെ ഒരു ഓപ്പറേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുൻപ് നമ്മൾ പ്രീ ഓപ്പറേറ്റീവ് ചെക്ക് ലിസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തിരിക്കുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള റെക്കോർഡ് അല്ലെങ്കിൽ ഫോമുകൾ. സ്റ്റിൽബർത്തുകളാണ് നടന്നിട്ടുള്ളത്. ചാപിളയായിട്ടുള്ള ഒരു പ്രസവം മരണത്തോടുകൂടിയുള്ള ഒരു പ്രസവമാണ് കുട്ടിയുടെ എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ. ബർത്ത് നടന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ്, മെഡിക്കൽ റിപ്പോർട്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഫോം, ഇൻസിഡന്റ് റിപ്പോർട്ട്. ഇൻസിഡന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്സിഡൻസോ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ നമുക്ക് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുമാണ് കറസ്പോണ്ടൻസിൽ വരുന്നത്. അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ പരിശോധന നടത്തുന്നു. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു ആ ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു പ്രാഥമികമായിട്ടുള്ള എക്സാമിനേഷൻസ് നടത്തുമായിരിക്കും. അതല്ലാതെ കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മളിപ്പോ ഇവിടെ എന്തായി ഒരു ഇൻപേഷ്യന്റ് ആയിട്ടില്ല, നമ്മൾ ഒരു ഔട്ട് പേഷ്യന്റ് തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മെയിൻ ആയിട്ടുള്ള മൂന്നാമത്തെ ഒരു ഘട്ടമാണ്. അപ്പൊ ഫോമുകൾ അറേഞ്ച് ചെയ്യുന്നതിന്റെയാണ് ഈ പറയുന്നത്. ആ ഒരു ഫോം മൂന്നാമത്തെ ആ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇൻവെസ്റ്റിഗേഷൻസ് ആണ് വെക്കുക. ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറഞ്ഞാൽ പരിശോധനകൾ നടത്തുന്നത് അല്ലെ. നമുക്ക് എന്തൊക്കെ പരിശോധനകൾ നടത്തി കണ്ടി ലബോറട്ടറി മൗണ്ട്സ്. ഇപ്പൊ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് വിച്ച് ഓൾ ലബോറട്ടറി റിപ്പോർട്ട്സ് ആർ അറേഞ്ച്ഡ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഒരു പേഷ്യന്റിന് ഒരു ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ലാബുമായി ബന്ധപ്പെട്ടോ ചിലപ്പോൾ ഒരു റിപ്പോർട്ട് ആയിരിക്കില്ല ഇല്ലേ, ഒന്നിലധികം റിപ്പോർട്ടുകൾ ഉണ്ടാവാം.
ഇല്ലേ? അതൊരു ക്രമമായിട്ടുള്ള രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. അപ്പൊ അതിനുവേണ്ടി എക്സ്റേ മൗണ്ട് ഷീറ്റ്സ് വിത്ത് ഓൾ റേഡിയോളജി റിപ്പോർട്ട്സ് മൗണ്ടഡ് ഇൻ chronological order, ECG, EEG and ultrasound examination forms and any other diagnostic investigation reports which are kept in the following order: lab, X-ray, ECG, EEG, ultrasound and others. ഇവിടെ ഈ ഒരു പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് ലബോറട്ടറി റിപ്പോർട്ടുകൾ, ഒരുപാട് റിപ്പോർട്ടുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു റേഡിയോളജി ഏരിയയുമായി ബന്ധപ്പെട്ട റേഡിയോളജി റിപ്പോർട്ടുകളും ഒരുപാടുണ്ടാവും. അതൊരു ക്രമമായിട്ടുള്ള ഒരു ഓർഡറിലാണ് നമ്മൾ അവിടെ ആ ഒരു അറേഞ്ച് ചെയ്യുന്നത്. അതിനൊരു അറേഞ്ച്മെന്റിന് ഒരു ഓർഡർ ഉണ്ട്. ആ ഒരു ഓർഡർ ആണ് പറഞ്ഞിരിക്കുന്നത് ലാബ് റിപ്പോർട്ടുകളാണ്, അതിനുശേഷം എക്സ്റേ റിപ്പോർട്ടുകൾ, അതിനുശേഷം ECG കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അതിനുശേഷം EEG ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അതിനുശേഷമാണ് അൾട്രാസൗണ്ട്, അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നത്. ക്ലിയർ ആണോ? ആ ഒരു ഓർഡർ കൃത്യമായിട്ട് ആ ഒരു ഓർഡറിലായിരിക്കും വെക്കുക. ഒരു ലാബിലുള്ള ലാബ് റിപ്പോർട്ട് ആണെങ്കിൽ അത് എക്സ്റേ ഉണ്ട് എങ്കിൽ ആ എക്സ്റേ ആയിരിക്കും അടുത്തതായിട്ട് വെക്കുക. അല്ല ഇനി എക്സ്റേ റിപ്പോർട്ട് ഇല്ല എങ്കിൽ അടുത്തത് ECG ആയിരിക്കും. അപ്പൊ അതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരും കേട്ടോ. ഇല്ലാത്തത് നമ്മൾ അവിടെ വെക്കേണ്ട കാര്യമില്ലല്ലോ. ചെയ്യുന്നതിനനുസരിച്ച് ഈ എല്ലാ റിപ്പോർട്ടുകളും ഉണ്ടെങ്കിൽ ഈ ഒരു ഓർഡറിലായിരിക്കും അത് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത്. ഇത്രയും ക്ലിയർ ആണോ? ഇൻവെസ്റ്റിഗേഷൻ വരെ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഓക്കെ ആണ്. ദെൻ നാലാമത്തതാണ് ഇൻപേഷ്യന്റ്. ഇനി ഇൻപേഷ്യന്റ്, അപ്പൊ നമ്മുടെ ഈ ഒരു ലബോറട്ടറി കാര്യങ്ങളൊക്കെ നമ്മുടെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ നടത്തി അപ്പൊ അവർക്ക് ഒരു അഡ്മിഷൻ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇൻപേഷ്യന്റ് ആക്കുന്നവരെ അതിനുവേണ്ടി അവരെ അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, കാര്യങ്ങൾ, ഫയൽ ഫോമുകൾ, കാര്യങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ഡിസ്ചാർജ് ഷീറ്റുകൾ ഉണ്ടാവും, ഹിസ്റ്ററി ഉണ്ടാവും. ഇതെല്ലാ റിപ്പോർട്ടുകളും അവരുടെ ഒരു ഇൻപേഷ്യന്റ് ആയി കഴിഞ്ഞാൽ അവരുമായി ബന്ധപ്പെട്ട എന്തൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടോ അതെല്ലാം നമ്മൾ ഇതിലൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അവരുടെ അഡ്മിഷൻ, അവരുടെ ഡിസ്ചാർജ് ഷീറ്റുകൾ ആയിക്കോട്ടെ, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടുകള്, പ്രോഗ്രസ് നോട്ടുകള്, ഫിസിഷ്യൻ ഓർഡേഴ്സ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. ഇത് ഓരോന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചതല്ലേ എന്തൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ടാണ് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്തത് മിസ്. ഓൾറെഡി നമ്മൾ ഈ ഫിസിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ട്, പ്രോഗ്രസ് നോട്ട് എന്താണ്, ഫിസിഷ്യൻ ഓർഡർ എന്താണ്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ അത് അറിയാമല്ലോ. അതുകൊണ്ടാണ് എന്താ പറയാതെ ഇപ്പൊ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഫിസിക്കൽ എക്സാമിനേഷൻ റിപ്പോർട്ടുകളായിക്കോട്ടെ, പ്രോഗ്രസ് നോട്ടുകളായിക്കോട്ടെ, ഫിസിഷ്യൻ ഓർഡർ, അനസ്തീഷ്യ റിപ്പോർട്ടുകൾ, ഓപ്പറേഷൻ റിപ്പോർട്ട് ഫോംസ്, റിക്കവറി റെക്കോർഡുകൾ, ലേബർ റെക്കോർഡുകൾ, ഡയബറ്റിക്സ് റെക്കോർഡുകൾ, റെസസിറ്റേഷൻ, ഇതൊക്കെ ഓരോ പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ്. ഇപ്പൊ ഒരു ലേബറുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്, പ്രസവവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ആ റെക്കോർഡുകളായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഡയബറ്റിക്സ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആയിട്ടാണ് ഇൻപേഷ്യന്റ് ആയിട്ടുള്ളതെങ്കിൽ അതിന്റെ റെക്കോർഡ് ആയിരിക്കും. അത് ആ പേഷ്യൻസിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. റെസിസ്ട്രേഷൻ റെക്കോർഡ് അവർക്ക് എന്തെങ്കിലും ഒരു ജീവന സർവീസുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ICU റെക്കോർഡുകൾ, ഇപ്പൊ ICU ആണ് കേട്ടോ. ICUമായി ബന്ധപ്പെട്ട അവർക്ക് താമസമോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്നതായിട്ടോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ, ഗ്രോത്ത് ചാർട്ട് റെക്കോർഡുകൾ, കൃത്യമായിട്ട് അവർക്ക് ആ ഒരു വളർച്ചയുമായിട്ട്, കുട്ടികളാണെങ്കിൽ അതിന്റെ വളർച്ചയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പൊ അവർക്ക് പുരോഗതി എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നോക്കുന്ന റെക്കോർഡുകൾ, പാരാമെഡിക്കൽ സർവീസുകൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ, നഴ്സസിന്റെ നോട്ടുകൾ, ഒബ്സർവേഷൻ കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചാർട്ടുകൾ, മരുന്നുകൾ കൊടുത്തിട്ടുള്ളതുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ, ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്, ഇൻടേക്ക്, ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട്. അതായത് ഇവിടെ നമ്മൾ ഫ്ലൂയിഡ് ബാലൻസ് ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ ചില രോഗികൾക്ക് നമ്മൾ ഒരു 24 മണിക്കൂറിൽ ഒരു ഒബ്സർവേഷൻ നടത്തും. കണ്ടിട്ടുണ്ട്. ഇപ്പൊ പ്രധാനമായിട്ടും യൂറിനറി ട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളുള്ള ആളുകൾക്കാണ്, കിഡ്നിയുമായി ബന്ധപ്പെട്ട നടത്തുന്ന ആളുകൾക്ക് ഒരു 24 മണിക്കൂർ കാലഘട്ടത്തിൽ അവർ എത്രത്തോളം ഫ്ലൂയിഡ് ഇൻടേക്ക് ചെയ്തു, എത്രത്തോളം ഫ്ലൂയിഡ് ഔട്ട്പുട്ട് ചെയ്തു എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ട് എന്ത് ചെയ്യും, ഒരു മോണിറ്ററിംഗ് നടത്തും, നിരീക്ഷണം നടത്തും. കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അത് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ആ യൂറിൻ അവരെന്ത് ചെയ്യും, കൃത്യം യൂറിൻ ബാഗ് ഒക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് അവരത് എന്ത് ചെയ്യും, മെഷർ ചെയ്യും. അത് ആ ഒരു പ്രോപ്പർ ആയിട്ട് അവരുടെ ആ ഒരു ട്രാക്ക് ശരിയായ രീതിയിൽ പോകുന്നുണ്ടോ. ഇപ്പൊ സർജറി ഒക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ അത് ഓക്കെ ആയിട്ടാണോ അവരുടെ പോകുന്നത്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നതാണ്. ചിലപ്പോൾ അത് 1-2 ദിവസം അത് ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കേസുകൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒബ്സർവേഷൻസോ മോണിറ്ററിങ്ങോ ചെയ്യണമെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ, വൈറ്റൽ സയൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ, ഡിസ്ചാർജ് സമ്മറികൾ, and most remote admission filed on the bottom and the most recent admission filed on the top. ഇവിടെ എപ്പോഴും ഇൻപേഷ്യന്റ് റെക്കോർഡുകളുമായി ബന്ധപ്പെട്ട് മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ, അതായത് ഏറ്റവും
അവസാനം ഏറ്റവും പഴയതായിട്ടുള്ള അഡ്മിഷൻസ് താഴെയായിരിക്കും വരാം. മോസ്റ്റ് റീസെന്റ് ആയിട്ടുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഫയൽ തൊട്ട് ടോപ്പ് മുകളിലായിരിക്കും ഉണ്ടായിരിക്കും. താഴെ നിന്ന് മുകളിലേക്ക് പുതിയ പുതിയ കാര്യങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാകുക. ഇൻപേഷ്യന്റുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകളായിരിക്കും ആ ഒരു ഇൻപേഷ്യന്റ് റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുന്നത്. മനസ്സിലായോ? ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ആ 4 എണ്ണം പേരുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണേ. ആ ഒരു 4 എണ്ണം അതിൽ ആ ഒരു അറേഞ്ച് ചെയ്യുന്നത് ഫോൾഡറിൽ അറേഞ്ച്മെന്റ് എങ്ങനെയാണ് ആ ഫോമിങ് ചെയ്യുന്നത് ആ ഒരു 4 പേരുകൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻ, ഇൻപേഷ്യന്റ്, ഇത് 4 ഉൾപ്പെടുന്നുണ്ട്. അത് ഈ ഒരു ഓർഡറിൽ തന്നെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ബാക്കി അതിനുള്ളിൽ വരുന്നതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ആണോ? ഇനി അത് ഏതെങ്കിലും പറയണോ മിസ്? ഓക്കെ. അടുത്തത് നമ്മള് അടുത്തൊരു ഭാഗത്തേക്ക് പോവാണ്. ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അപ്പൊ മെഡിക്കൽ റെക്കോർഡുകൾ ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണ് അത് ഫയൽ ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്? അത് കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മെഡിക്കൽ റെക്കോർഡൊക്കെ ഫയൽ ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? റാക്കുകളിലൊക്കെ ആക്കി കണ്ടിട്ടില്ലേ? നമ്മുടെ ചാർട്ടൊക്കെ നമ്മൾ മെഡിക്കൽ റെക്കോർഡുകൾ വെക്കുന്നത് കൃത്യമായിട്ട് അവർ ഫയൽ ചെയ്ത്. അപ്പം നമുക്കൊരു നമ്പർ ഉണ്ടെങ്കിൽ ആ ഒരു നമ്പറിനനുസരിച്ച് പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും അല്ലെ? അപ്പൊ അതിന് ഏതൊക്കെ രീതിയിലൂടെയാണ് മെഡിക്കൽ റെക്കോർഡുകൾ ഫയൽ ചെയ്യുന്നത്, അത് സ്റ്റോർ ചെയ്യുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ പല മെത്തേഡുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ പല സിസ്റ്റംസ് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ പറയുന്ന 5 സിസ്റ്റംസ് ആണ് ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് പഠിക്കാനുള്ളത്. There are several types of numbering and filing systems. They are serial numbering and filing system ഉണ്ട്, യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ഉണ്ട്, സ്ട്രെയിറ്റ് ന്യൂമറിക് ഫയലിംഗ് ഉണ്ട്, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഉണ്ട്, മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ഉണ്ട്. അപ്പൊ ഈ ഒരു 5 എണ്ണം ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാവുന്നത്, നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ, ഒരൊറ്റ യൂണിറ്റ് നമ്പർ കൊടുത്ത് ഒരു ഫയല് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് അല്ലെ? ആദ്യം നമ്മൾ പഠിച്ചതല്ലേ അല്ലെ? വരുന്ന എല്ലാവർക്കും ഓരോരോ റെക്കോർഡ് അപ്പൊ തന്നെ പുതിയ ക്രിയേറ്റ് ചെയ്യുവാണോ? അങ്ങനെയാണോ ചെയ്യാറിപ്പോ? അല്ല അല്ലെ? ഒരു യൂണിറ്റ് നമ്പർ, ഒരു പെർമനന്റ് ആയിട്ടുള്ള ഒരു നമ്പറും ഒരു റെക്കോർഡും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത് തന്നെയാണ് നമ്മൾ പിന്നെ എപ്പോ ഫോളോ പോകുമ്പോഴും ആ ഒരേ റെക്കോർഡല്ലേ ഫോളോ ചെയ്യുന്നത് അല്ലേ? ആണോ? അല്ലെങ്കിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ പുതിയ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല. ഇപ്പൊ മിക്ക ഹോസ്പിറ്റലുകളിലും ഫോളോ ചെയ്യുന്ന ഒരു ഫയൽ നമ്പറിംഗ് സിസ്റ്റം ആണ് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളത് കൺഫ്യൂഷൻ തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് ആദ്യമേ അത് പറഞ്ഞു തരുന്നത്. യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയൽ സിസ്റ്റം ആണ് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലുകൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്. പക്ഷെ മറ്റുള്ള മെത്തേഡുകളിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കണമല്ലോ. അതിനു വേണ്ടി 5 ടൈപ്പ് ഉണ്ട്. അതിൽ എളുപ്പം കുറച്ചും കൂടി നമുക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമോ അതിനനുസരിച്ച് ആ ഹോസ്പിറ്റലുകൾക്കും അത് സ്റ്റോർ ചെയ്യാനൊക്കെ എളുപ്പത്തിനനുസരിച്ച് ഏറ്റവും ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്. ബാക്കിയുള്ളവ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളോ ഉണ്ട്, നിലവിലുണ്ടായിരുന്നു, നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കുറെ അധികം ഡ്രോബാക്സും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലും ഫോളോ ചെയ്യുന്നത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഓരോന്നും പഠിക്കാം. അതിലൊന്നാമത്തത് നിങ്ങൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഓരോന്നും 5 എണ്ണം ഉണ്ട്. അപ്പൊ ആ 5 എണ്ണത്തിന്റെയും വ്യത്യാസങ്ങൾ എന്താ അത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതിൽ ഒന്നാമത്തതാണ് സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റത്തിൽ പറയുന്നത് ആ ഒരു പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി വെക്കണം. സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. എ പേഷ്യന്റ് ഈസ് ഗിവൺ എ ന്യൂ നമ്പർ ഫോർ ഈച്ച് ഒക്കേഷൻ ഓഫ് ട്രീറ്റ്മെന്റ് ബൈ എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി. അപ്പൊ സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്, നമ്മൾ എപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്നു, ഓരോ പ്രാവശ്യം നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി പോകുമ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് ഓരോ നമ്പറും ഓരോ ഫയലും ക്രിയേറ്റ് ചെയ്യുന്നു. അത് ആ ഒരു സംവിധാനമാണ് സീരിയൽ നമ്പറിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നമ്മളിപ്പോ ഒരു പ്രാവശ്യം ചെന്നു, ഇന്ന് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഒരു നമ്പറും തന്നു. അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോഴും ഇതേപോലെ തന്നെ മറ്റൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, മറ്റൊരു നമ്പർ തരുന്നു. മനസ്സിലായോ? അതാണ് സീരിയൽ നമ്പറിംഗ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ?
എന്താണെന്നുള്ളത് ഓരോ പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോഴും നമുക്ക് ഓരോ നമ്പറോ ഓരോ ഫയലുകളും ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, 3 different numbers are allotted if a patient is registered 3 times. ഒരു പേഷ്യന്റ് 3 പ്രാവശ്യം രജിസ്റ്റർ ചെയ്താൽ 3 നമ്പർ ആയിരിക്കും അവർക്ക് കിട്ടുന്നത്. മനസ്സിലായോ? ഓരോ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി വെച്ചാലാണ് എളുപ്പം പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് മിസ് പിന്നെയും പറയുന്നത്, ഒരു നമ്പർ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ഒരു നമ്പർ കിട്ടും, അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അടുത്ത നമ്പർ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ഒരു 3 പ്രാവശ്യം ആ ഹോസ്പിറ്റലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് 3 നമ്പർ ആയിരിക്കും അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക. മനസ്സിലായോ അതിന്റെ വ്യത്യാസം? നോക്കി, all numbers allotted to a patient are recorded in the master patient index. അപ്പൊ പേഷ്യൻസിന്റെ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിൽ ഇവർക്ക് ഓരോ പ്രാവശ്യം കൊടുത്ത ഈ നമ്പറുകൾ എന്ത് ചെയ്യുന്നു? ഓരോ പ്രാവശ്യം അലോട്ട് ചെയ്ത് കൊടുത്ത എല്ലാ നമ്പറുകളും കൃത്യമായിട്ട് അവരുടെ മാസ്റ്റർ പേഷ്യന്റ് റെക്കോർഡുകളിൽ അല്ലെങ്കിൽ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റെക്കോർഡ് ഉണ്ടോ അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ സേഫ് ആണ്. പക്ഷേ ഒരു ഫയൽ എടുത്താൽ നമുക്ക് ഇതിനെ പറ്റിയുള്ള മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ കിട്ടില്ല. അതാണ് ഈ ഒരു ഫയൽ മെത്തേഡിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ഒരു ഫയൽ എടുത്തു, അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ മറ്റൊരു ഫയലാ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ, മറ്റൊരു നമ്പറിന്റെ മറ്റൊരു ഫയലാ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു ഹിസ്റ്ററി കിട്ടണമെങ്കിൽ ഈ എല്ലാ ഫയലും നമ്മൾ നോക്കിയാലല്ലേ കിട്ടുള്ളൂ അല്ലെ? എല്ലാ ഫയലും നോക്കിയാലല്ലേ നമുക്ക് ആ ഒരു പേഷ്യന്റിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ. അതാണ് ഈ ഒരു മെത്തേഡിന്റെ ഡ്രോബാക്ക് ആയിരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ചിലപ്പോ ആ ഒരു പേഷ്യന്റിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഏത് ഫയൽ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരാം. അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് നമ്പറുകൾ ഉള്ളതാണ്, ഒരുപാട് ഫയലുകൾ നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിച്ചാൽ മാത്രമേ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് ഓരോരോ സിസ്റ്റംസ് ഒക്കെ നമ്മൾ ഒഴിവാക്കി വിട്ട് ഇപ്പൊ ഒരു യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് എന്ന് പറഞ്ഞതിൽ നിൽക്കുന്നത് കേട്ടോ. പിന്നെ ബിക്കോസ് എ ന്യൂ നമ്പർ ഈസ് പ്രൊവൈഡഡ് ഫോർ ഈച്ച് ഒക്കേഷൻ ഓഫ് സർവീസ്, എ ന്യൂ മെഡിക്കൽ റെക്കോർഡ് ഈസ് ഓൾസോ ഡെവലപ്ഡ്. ഒരു പുതിയ നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ പുതിയൊരു റെക്കോർഡും അവിടെ ഡെവലപ്പ് ചെയ്യുന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. Then the patient records are filed in as many places in the file as the number of times the patient has received care at the facility. എത്ര പ്രാവശ്യം ആ ഒരു ഹോസ്പിറ്റലിൽ ഫെസിലിറ്റിക്ക് വേണ്ടി ഒരാൾ വന്നിട്ടുണ്ടോ അത്രയും പ്രാവശ്യം അവർക്ക് ഈ പറയുന്ന മെഡിക്കൽ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് അവരുടെ ഫയലുകള് പല പല ഇടങ്ങളിലായിരിക്കും സൂക്ഷിച്ചിട്ടുണ്ടാവുക, ഒരുമിച്ചായിരിക്കില്ലല്ലോ. ഇന്ന് വരുമ്പോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു മാസം കഴിഞ്ഞ് വരുമ്പോൾ അത് അടുത്ത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് സീരിയൽ നമ്പറിംഗ് എന്ന് പറയുന്നത്. സീരിയൽ നമ്പറിംഗ് ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സീരിയൽ നമ്പർ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഓരോരോ നമ്പറുകൾ കൊടുക്കുന്നു. 3 പ്രാവശ്യം പോയാൽ 3 നമ്പർ കൊടുക്കും. ആ നമ്പർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ അവരുടെ പുതിയൊരു മെഡിക്കൽ റെക്കോർഡുകളും ക്രിയേറ്റ് ചെയ്യുന്നു. അതിനനുസരിച്ച് വ്യത്യസ്ത ഇടങ്ങളിലായിരിക്കും അവരുടെ ഫയലുകൾ പല പല ഇടങ്ങളിലായിരിക്കും നമ്മുടെ ഫയലിൽ സൂക്ഷിക്കുന്നത്. ക്ലിയർ ആണോ സീരിയൽ നമ്പറിംഗ് സിസ്റ്റം? മനസ്സിലായോ? ഓക്കെ, അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് തീർക്കാനുള്ള സമയമില്ല. അപ്പൊ ഇത്രയും വരെയും ഒന്ന് വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.